അത് ഈ പാടി ഉറക്കി ഇത് പോയി ചോറിന്നിട്ട് നമുക്ക് പണിയുണ്ട്. വാ, അവളെ കിടത്ത അമ്മച്ചിന്ന് കൊണ്ട് കൊടുത്തു, അവളെ പോയി ഉറങ്ങിക്കോട്ടെ. ഗൈസ്, ഹാപ്പി സൺഡേ. നല്ല മഴ ദിവസം. ഞങ്ങളിന്ന് ഞായറാഴ്ച ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇതാ ഇത് ഞാൻ വണ്ടി ഇന്ന് റേഷൻ കടയിൽ പോകണ്ട്, വേറെ അങ്ങോട്ടുമല്ല. നമ്മള് റേഷന് ഈ മാസം റേഷൻ മേടിച്ചിട്ടില്ല, അപ്പോൾ ഈ മാസം കഴിയാനായി. അപ്പോൾ കുറച്ച് ബീഫ് മേടിക്കണം, അങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളിന്ന് ഉച്ചക്ക് ബീഫ് വരട്ടിയതും കുമ്പളങ്ങ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് സൺഡേ ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ മഴക്കാലമാണ്, എല്ലാവരും വളരെ വളരെ സൂക്ഷിച്ച് നടക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ മുറ്റത്തൊന്ന് വഴിക്ക് വേണ്ടിയിരുന്നു ഞാൻ ഉണ്ടല്ലേ, ഈ സൈഡൊക്കെ ഇവിടെ ചെറിയ പൊട്ടലൊക്കെ ഉണ്ട്. എന്നിട്ട് പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഓക്കെ പോവാം. ഇവർ രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു. സൺഡേ മദ്രസയില്ല, സ്കൂളില്ല. രാവിലെ എണിച്ചിട്ടൊന്നുമില്ലല്ലോ, കഴിക്കാൻ കാണിച്ചില്ല ആൾക്കാരാ. എന്താ ബിസ്ക്കറ്റോ? എങ്ങോട്ടൊക്കെയൊന്നുമില്ല. നിങ്ങളെന്താ ടൂർ പോകുമെന്ന് വിചാരിച്ചോ? റേഷൻ കടയിൽ പോവുക, റേഷൻ മേടിക്കുക, ഇറച്ചി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇറച്ചി മേടിക്കുക, തിരിച്ചു വരിക, ബാക്കി പരിപാടികൾ നോക്കുക, ഷോർട്ട് വീഡിയോ എടുക്കുക. അപ്പോഴത്തേക്ക് വൈകുന്നേരം ആവും. ഓക്കെ. ഇന്നെന്താ മദ്രസ ഇല്ലാത്ത ഇതാക്ക്? സ്റ്റഡി ലീവാ? നല്ല മഴയാട്ടോ. ഇങ്ങനെ ആയാലും എങ്ങനെ സമയം ഒരുപാട്. നിങ്ങൾ ഇന്ന് ഉറങ്ങിപ്പോയില്ലേ? നേരത്തെ എണിക്കണ്ടേ? എന്നാലും നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലേ പേരുണ്ട. ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ടില്ല, ഇല്ലെങ്കിൽ രാവിലെ പോയിപ്പോൾ ഇറച്ചിയൊക്കെ മേടിച്ചിട്ട് വന്നേനെ. ഇല്ല, ഹിബക്ക് ഏതായാലും ഇന്നലെ പരീക്ഷ മദ്രസയിലെ. ഹിബാനോട്, ഹിബ ഇന്നലെ ഏതായിരുന്നു? എന്താ നീ കാട്ടിന്? നോക്കാ ബിസ്ക്കറ്റ് അടി പെണ്ണ് ഫുൾ ടൈം എന്തെങ്കിലും ഇട്ട് കുറിക്കണം, അതാണ് അവളുടെ സ്വഭാവം. എന്ത് എനിക്കാണ് ഞാൻ ചോദിച്ചതിന് ഇതുവരെ മറുപടി പറഞ്ഞില്ലല്ലോ. എന്തായിരുന്നു ഇന്നലെ മദ്രസയിലെ പരീക്ഷ? അതല്ല ഞാൻ ചോദിച്ചത്, ഇന്നലെ പരീക്ഷ എഴുതാൻ പോയില്ലേ രാവിലെ? ഏതായിരുന്നു? എന്നിട്ട് എഴുതിയോ? ഇനി എപ്പോഴാ പരീക്ഷ അടുത്തത്? മങ്കോട് ബസ്. മഴയത്ത് ബസ്സിൽ പോകുമ്പോൾ പുറത്തുനിന്നാണ് നല്ല രസം. ഉള്ളിലിരുന്ന് ഇങ്ങനെ കുറേ ആൾക്കാർ ബസ്സിൽ മഴ ചില്ലൊക്കെ അടച്ച് പൂട്ടി ഉള്ളിലിരുന്ന് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മൾ നിലാക്കോട്ടെത്തി. ഇവിടെ ഇറച്ചിണ്ട്, പക്ഷെ തിരക്കുണ്ട്. ഇവിടുന്ന് ഞാൻ ഇറച്ചി മേടിച്ചിട്ട് കേട്ടോ. മണ്ണിലിരിക്കുക, ഇറങ്ങരുത്, പുറത്തിറങ്ങരുത്. ഓക്കെ. തല നനയും കൂടുതലല്ലേ, മുറിവ് നനയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പഴുത്താ പണിയാവും. ഇവിടെ ഇരിക്കട്ടോ. അപ്പോൾ വരാ. വെക്ക് 1 കിലോ ഉള്ളൂ കേട്ടോ. 1 കിലോ തന്നെ കിട്ടിയ സംശയം, കിട്ടിയത് ഭാഗ്യം. എന്ത് അവിടെ സൈഡിൽ വെക്ക്. പ്ലാസ്റ്റിക്കിൽ കെട്ടിയിട്ടുണ്ടാവും. ചോര പുറത്തു വരാൻ പാടില്ല, ബ്ലഡ് ഉണ്ടാവും. നീ റേഷൻ മേടിക്കാനുള്ളല്ലേ? ഇവിടെ കൊട സൈഡിലേക്ക്. പോവാ. 1 കിലോ ഉള്ളൂ കേട്ടോ. അത് ഉണ്ടാവില്ല, കഴിയാനായിരുന്നു. പക്ഷെ നമ്മൾ വന്നതുകൊണ്ട് പുള്ളി നമുക്ക് എടുത്ത് തന്നു. അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് നേരെ റേഷൻ കടയിൽ പോയിട്ട് വരാം. വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ.
ഞായറാഴ്ച ആയതുകൊണ്ട് ആളൊക്കെ ഉണ്ട് അല്ലേ നല്ല കോട്ടങ്ങാടിയിൽ. നമ്മൾ റേഷൻ കടയിലെത്തി നല്ല തിരക്കുണ്ട്, ആള് ഉണ്ട്. കാരണം ഇപ്പോൾ റേഷൻ മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. കാരണം ഇപ്പോൾ നമ്മൾ ഈ റേഷൻ കാർഡൊക്കെ കമ്പ്യൂട്ടറൈസ്ഡാണ്, ബ്ലൂടൂത്ത് കണക്ഷനാണ്. നമ്മൾ വാങ്ങിക്കുന്ന സാധനം ബില്ല് ചെയ്ത് തീരുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും. കാരണം ബില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ബില്ല് ചെയ്ത സാധനങ്ങൾ തൂക്കിയാൽ മാത്രമേ ബില്ല് ഫിനിഷ് ആവുള്ളൂ. അങ്ങനെ ഒരു ഈ സ്കാനറും ത്രാസുമായിട്ടൊരു ബ്ലൂടൂത്ത് കണക്ഷനൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു പുതിയ സിസ്റ്റമാണ്. അപ്പോൾ അത് നല്ല സിസ്റ്റമാണ്, പക്ഷേ കുറച്ച് സമയം എടുക്കും ഒരാൾക്ക് ക്ലോസ് ആയതിന് ശേഷം മാത്രമേ അടുത്ത ആൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കുറേ സമയം എടുക്കും. അതായത് പറ്റുമോ നോക്കാം, പറ്റാമെങ്കിൽ ഇന്ന് മേടിച്ച് തന്നെ പോവാം. ഫോൺ മാറ്റി. അയ്യോ, അപ്പോൾ ഗൈസ് ഈ മാസം ഏറ്റവും വലിയൊരു ടാർഗറ്റ് റേഷൻ മേടിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഇവിടുത്തെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ചെയ്തു, സക്സസ്ഫുള്ളായി. കാരണം നമുക്ക് ഒരുപാട് സമയമായി, 2 മണിക്കൂറിനടുത്തായി ഏകദേശം. മൊബൈലത്തെ 1.5 GB ഡാറ്റ തീർന്നു ഞാൻ വന്നപ്പോഴത്തേക്ക്. മൊബൈലിൽ എടുത്ത് കൊടുത്തിട്ട് പോയതാണ്. നമുക്ക് കിട്ടിയ എന്തൊക്കെയെന്ന് പറയാം. മൊത്തം നമുക്ക് കാർഡിന് വന്നിട്ട് 30 കിലോ അരിയുണ്ട്. അതിൽ 5 കിലോ പച്ചരി മേടിച്ചു, അപ്പോൾ 5 കിലോ അരി അതിന് മൈനസ് ആവും. 2 കിലോ മുത്താരി നിർബന്ധമായിട്ടും മേടിക്കണം, അതും മേടിച്ചു. ബാക്കിയുള്ള അരി നമുക്ക് കിട്ടി. പിന്നെ 1 കിലോ പരിപ്പ്, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ ഓയിൽ, പിന്നെ 1 ലിറ്റർ മണ്ണെണ്ണ. ഇത്രയും സാധനം മേടിക്കാനാണ് നമ്മൾ ഇത്ര നേരം നിന്നത്. ഞങ്ങളൊക്കെ മേടിച്ച് നമ്മൾ പുറകിൽ വെച്ചു പോവാം. ബത്തേരി ഗുഡല്ലൂർ ബസ്. മുട്ട പപ്സിൻ്റെ കട ഇല്ല, ചായക്കട ബാക്കിൽ എവിടെ? അവിടെ നമ്മുടെ മുട്ട പപ്സ് ഇല്ല. അത് മുട്ട പപ്സ് ഒന്നുമല്ല, മുട്ട പപ്സ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മേടിച്ചുതരാം. അപ്പോൾ ജിമ്മിന് പറ്റൂല നിനക്ക്? ഹിബ ഇപ്പോൾ വിളിച്ച വലിയ ഡിമാൻഡാണ് അല്ലേ? ഹിബ, നിന്റെ വിചാരം എന്താ? ഇത്ര ഡിമാൻഡ് വിളിച്ചാൽ വിളി വെക്കാനൊക്കെ? ഇതാ ആ വെരി ഗുഡ്. വിളിച്ചാൽ വിളി കേൾക്കണം. നമ്മളിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ എടുക്കണ്ടേ? അത് വലിയ പണിയാണ്. ഇവർക്ക് തീരെ ഇഷ്ടമല്ല ഷോർട്ട് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ ഒരു പ്രഷർ, അത് കുറച്ച് തുടങ്ങി കഴിയുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ടുകൾ ആലോചിച്ചിട്ട് ഇവർ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ രണ്ടാളും അടി തുടങ്ങും അല്ലേ? നിധയാണ് അടി തുടങ്ങുക. പിന്നെ ഹിബ ബാക്കി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. പോകുമ്പോൾ നല്ല മഴയായിരുന്നു, പക്ഷെ ഇപ്പം മഴയല്ല അല്ലേ? നമുക്കിടെ ഇറച്ചിയൊക്കെ എന്തായോ എന്തോ. ഇറച്ചി പെട്ടെന്ന് എടുത്ത് കൊണ്ടിട്ട് അടുക്കളയിലെത്തിക്ക്. പോ. എന്താണ് ബഹളം? ഹലോ, ഞങ്ങൾ പോയി വന്നല്ലോ. നിന്നെ നോക്കണടി. ഹായ് പറയൂ കുട്ടിയെ. ടിങ്കിരി കുട്ടിയെ. എന്തൊരു ബിസ്ക്കറ്റോ? പപ്പടം, ചോറ്, തൈര്, അച്ചാറ്, ഇറച്ചിക്കറി, കണ്ണിമാങ്ങ അച്ചാറ്. അത്രയല്ലേ ഉള്ളൂ? മതിയല്ലോ അല്ലേ? അത് പാടി ഉറക്കി. ഇത് പോയി ചോറിന്നിട്ട് നമുക്ക് പണിയുണ്ട്. വാ, അവൾക്ക് അടുത്ത അമ്മച്ചിന്ന് കൊണ്ട് കൊടുക്കാം. അവൾ പോയി ഉറങ്ങിക്കോട്ടെ. അയ്യോ, മഴ പെയ്തു. ഇനി അങ്ങോട്ട് നല്ല മഴയായിരിക്കും.
ഒഴിവുണ്ടാവില്ല. അപ്പോൾ സൺഡേ സ്പെഷ്യൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഈ ബീഫ് കറി, പപ്പടം പൊരിച്ചത്, തൈര്, ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ, സൺഡേ സ്പെഷ്യൽ. ഇതൊന്നുമില്ലെങ്കിലും ഇറച്ചി വാങ്ങിയാൽ തന്നെ അത് സ്പെഷ്യലായി. നമ്മൾ സാധാരണ ഗതിയിലൂടെ എല്ലാ വീടുകളിലും അധിക ദിവസം ഞായറാഴ്ച കഴിഞ്ഞാൽ ഇറച്ചിയാണ് ഒത്തിരി സ്പെഷ്യൽ. കൂടുതൽ വലിയ ഇതൊന്നുമില്ല. ചിലപ്പോൾ ബിരിയാണിയൊക്കെ അത് ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നമുക്ക് സാധാ ചോറും ഇറച്ചിക്കറി ഉണ്ടായാൽ തന്നെ അത് സ്പെഷ്യലാണ്. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾ അടുത്ത പരിപാടി ഷോർട്ട് വീഡിയോ. റെഡി അല്ലേ? ഷോർട്ട് വീഡിയോ എടുക്കണം. ഇവർക്ക് മദ്രസയിൽ എക്സാം നടക്കുന്നുണ്ട്, അവർക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പഠിപ്പിന് ഇരിക്കാൻ, അതിന് ഞാൻ ഹെൽപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം സമയത്ത് നമ്മൾ സ്കൂളത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്കൂളിലത്തെ പഠിക്കും. അപ്പോഴും നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് പഠിപ്പിക്കുക. ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു സ്കൂള്, അതൊക്കെ നമുക്ക് ഒരു ദിവസം പോയി കാണാം. പിന്നെ ഷോർട്ട് വീഡിയോ ഞങ്ങൾ എടുക്കണേ ഇവിടെയൊക്കെ തന്നെയുണ്ട്, ഈ മുറ്റത്തും ഇതൊക്കെയാണ്. മഴയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ സൈഡിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ എടുക്കാറാണ്. നല്ല വഴുക്കലൊക്കെ ഉണ്ടാവും. പിന്നെ ഷോർട്ട് വീഡിയോൻ്റെ ഇടയിൽ ഇവർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും, വിളിച്ചാൽ വരില്ല, ഒരുപാട് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ. പിന്നെ ഷോർട്ട് വീഡിയോ കാണുന്നവർ ഉണ്ടാവും, ചിലവരൊക്കെ കാണുന്നുണ്ടാവും. കൂടുതൽ ആൾക്കാരൊന്നും കാണുന്നില്ല, കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ലൈക്സൊക്കെ കുറവാണ്, പിന്നെ കമൻസൊക്കെ കുറവാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഷോർട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഒരു കമൻറ്റ് അടിയിലൊക്കെ എഴുതിയിട്ടൊന്ന് പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി ഷോർട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ കഴിഞ്ഞിട്ട് വേണം പഠിക്കണം അല്ലേ, പഠിപ്പ്. പിന്നെ പുറത്തിറങ്ങാനൊരു സാധ്യതയില്ല, ഫുള്ള് മഴയാണ്. അപ്പോൾ ഞാനും പുറത്തൊന്നും പോയി വീഡിയോ ഒന്നും എടുക്കാൻ പോയിട്ടില്ല. മഴയൊക്കെ ഒന്ന് സ്ലോ ആയതിനു ശേഷം പോകാം. അപ്പോഴത്തേക്കും നമ്മൾ ഷോർട്ട് വീഡിയോ ഇപ്പോൾ ഡെയിലി തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പിക്കപ്പ് ആക്കി എടുത്ത് പോകണം. അതിലൊരുപാട് റിസ്ക്കാണ്. നമ്മൾ കണ്ടൻറ്റൊക്കെ റെഡിയാക്കുക എന്ന് പറയുന്നത്, അതിൻ്റെ സ്ക്രിപ്റ്റ് റെഡിയാക്കാൻ നമ്മൾ ഷോർട്ട് വീഡിയോ കാണുമ്പോൾ സിമ്പിളാണെങ്കിലും അതൊരു സ്ക്രിപ്റ്റഡാണ്. അത് ഷൂട്ട് ചെയ്യൽ കുറേ റിസ്ക് ഉണ്ട്, കുറേ ടേക്ക് പോവും ഓരോ ഷോട്ടും. പിന്നെ ഇവരാണ് ക്യാമറാമാൻ, അതായത് ഞാൻ വരുന്ന ഷോട്ടുകളൊക്കെ എടുക്കുന്നത് ഇവരാണ്, ഇവരെ ഷോട്ടുകളൊക്കെ എടുക്കുന്നത് ഞാനാണ്. അങ്ങനെ മാറി മാറി അങ്ങനെ എടുത്ത് തന്നെ പോകുന്നു. അപ്പോൾ ഏതായാലും അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ നിങ്ങൾ കമൻറ്റൊക്കെ അറിയിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യല്ലേ, എന്നിട്ട് പരിപാടി തുടങ്ങാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.